Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ജിബി. കുട്ടികളെ, നമുക്കറിയാം ക്ലാസിക്കൽ ജെനറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെൻഡീലിയൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഭാഗം. മെൻഡീലിയൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ അദ്ദേഹം ഫാക്ടേഴ്സുകളെ പറ്റി അല്ലെങ്കിൽ അല്ലീൽസുകളെ പറ്റി അവരുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ പറ്റി നല്ല രീതിയിൽ സൈലന്റ് ആയിരുന്നു. എവിടെയാണ് അല്ലീൽസുകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സുകൾ കാണപ്പെടുന്നത്, എന്താണ് അതിന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസിനും അദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ 1860s അദ്ദേഹത്തിന്റെ തിയറി പുറത്തോട്ട് വന്നിട്ട് പിന്നീട് കുറെ കാലം ഈ ഫാക്ടേഴ്സുകളും അല്ലീലുകളും എവിടെ എന്നുള്ളത് ബയോളജി കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങില് ബയോളജി കമ്മ്യൂണിറ്റി ഈ ജീൻസുകളുടെയും ക്രോമസോംസുകളുടെയും മിയോസിസിന്റെയും ഒക്കെ തന്നെ കണക്ഷൻസ് എന്താണ് എന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടെത്തലുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1902ലും 1903ലും നമ്മളെ രണ്ട് സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള വാൾട്ടർ സട്ടനും ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള തിയോഡാർ ബോവറിയുമാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അവർ ക്രോമസോംസുകളെ പറ്റിയും അതിൽ നടക്കുന്ന മിയോസിസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആയിരുന്നു അവർ പഠിച്ചത്. വാൾട്ടർ സട്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം ഗ്രാസ് ഹോപ്പേഴ്സിലായിരുന്നു അത് പഠിച്ചത്. തിയോഡാർ ബോവറി സീ ഏർച്ചിൻസിലായിരുന്നു അത് പഠിച്ചിരുന്നത്. അങ്ങനെ അവര് മിയോസിസിനെ പറ്റിയും ജീൻസുകളെ പറ്റിയും ക്രോമസോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവര് പ്രപ്പോസ് ചെയ്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് ഡിഫറെന്റ് പേപ്പേഴ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഒരു തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബിഹേവിയർ ഓഫ് ക്രോമസോംസ് ആൻഡ് ജീൻസ് ആർ പാരലൽ. ജീനുകളുടെയും ക്രോമസോംസുകളുടെയും ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത് പാരലലാണ്, അഥവാ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ക്രോമസോംസുകളും അതേപോലെ ജീൻസുകളും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീൻസ് എന്ന് പറയുന്നത് കാണുന്നത്, അഥവാ നമ്മുടെ മെന്റൽ മാമൻ പറയാൻ വിട്ടുപോയ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ജീൻസ് എന്ന് പറയുന്ന അതിന്റെ എക്സിസ്റ്റൻസ് അഥവാ ജീനുകൾ കാണപ്പെടുന്നത് അവര് പറയുന്നത് ക്രോമസോംസുകളുടെ അകത്താണ് എന്നാണ്. ജീൻസ് ആർ ലൈ ഇൻസൈഡ് ദി ക്രോമസോം. ക്രോമസോംസുകളുടെ അകത്തായിട്ടാണ് ജീനുകൾ കാണപ്പെടുന്നത് എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ജീൻസ് ആർ ദി സ്ട്രെച്ചസ് ഓഫ് DNA. DNA-യുടെ സ്ട്രെച്ചസ് ആണ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോംസിന്റെ അകത്താണ് എന്നും ആ ജീനുകൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല DNA ആണ് എന്നുള്ള അറിവുകളൊക്കെയാണ് നമുക്ക് അവിടെ ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലിയന്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് അല്ലീലുകളും ക്രോമസോംസുകളും പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ക്രോമസോംസുകളും അഥവാ അല്ലീലുകളും ഒരു സൊമാറ്റിക് സെൽസിൽ അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് സെൽസുകളിൽ പെയർ ആയിട്ടുള്ള കണ്ടീഷൻസുകളിലാണ് അവർ കാണപ്പെടുന്നത്. ബോത്ത് ക്രോമസോംസ് ആൻഡ് അല്ലീൽസ് ആർ ഓൾവേസ് ഒക്കർ ഇൻ പെയർ. അതാണ് നമ്മൾ ആദ്യത്തെ പോസ്റ്റുലേറ്റ്. രണ്ട് ക്രോമസോം നമ്മുടെ ഈ രണ്ട് ആളുകളും ക്രോമസോംസുകളും അല്ലീൽസുകളും പെയർ ആയിട്ടാണ് ഒരു സൊമാറ്റിക് സെൽസുകളിൽ കാണപ്പെടുന്നത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് രണ്ട് alleles of a gene, two alleles of a genes are located on homologous chromosomes-കളുടെ ഹോമലോഗസ് സൈറ്റുകളിലായിട്ടാണ് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹോമലോഗസ് ക്രോമസോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഹോമലോഗസ് ക്രോമസോം? എന്താണ് ഹോമലോഗസ് ക്രോമസോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു സൊമാറ്റിക് സെൽസിലെ
ഹോമലോഗസ് ക്രോമസോംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ പാറ്റേൺസ് ഓഫ് അറേഞ്ച്മെന്റ്സ്, അഥവാ ഒരേ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ജീൻസുകളായിരിക്കും. അഥവാ ജീൻസുകൾ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുകൾ സെയിം ആയിട്ടുള്ള രണ്ട് പാരന്റുകളുടെ ക്രോമസോംസുകളെ പറയുന്ന പേരാണ് ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. എന്താ അതുകൊണ്ടുള്ള കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ക്രോമസോംസുകളുടെ അകത്ത് DNA എന്ന് പറയുന്ന മോളിക്യൂള് പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ആ DNA മോളിക്യൂള് ക്രോമസോംസിന്റെ അകത്ത് കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ആ DNA മോളിക്യൂളിൽ അകത്ത് പോകുന്ന ഈ ക്രോമസോംസിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സെല്ലിന്റെ അകത്തുള്ള മെയിൽ പാരന്റിൽ നിന്നും കിട്ടിയതാണ്. അത് മെയിൽ പാരന്റിൽ നിന്നും വന്നതാണ്. എന്നാൽ മറ്റേ ക്രോമസോം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫീമെയിൽ പാരന്റിൽ നിന്നും കിട്ടിയതാണ്. അപ്പൊ ഒരു സെല്ലിന്റെ അകത്ത്, ഡിപ്ലോയിഡ് സെല്ലിന്റെ അകത്ത് നിന്ന് ഒരു പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസിൽ ഒരേ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ജീൻസുകളാണ് കാണുന്നത് എങ്കിൽ അതിൽ ഒന്ന് ഒരു മെയിൽ പാരന്റതും മറ്റത് ഒരു ഫീമെയിൽ പാരന്റിൻ്റെതായിരിക്കും. അഥവാ ഒന്ന് ഫാദറിൻ്റെതും മറ്റൊന്ന് മദറിൻ്റെതായിരിക്കും. അപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുകൾ എന്താണെന്ന് നോക്കാം. ഇത്രയും ഭാഗം കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുകൾ സെയിം ആയിരിക്കും. ഈ ഒരു ജീൻ അല്ലെങ്കിൽ ഈ ഒരു അല്ലീൽ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറും ഈ ഒരു ഫാക്ടർ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുകളും സെയിം ആയിരിക്കും. സപ്പോസ് ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ബോഡി കളർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബോഡി കളർ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൽ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അല്ലീലുകളാണ് ഈ കാണുന്നത്. ബോഡി കളർ. ഇൻ കേസ് ഇവിടെ ഐ കളർ ആണ് എന്ന് വിചാരിക്കുക. ഐ കളർ ഒരു ഓർഗാനിസത്തിന്റെ കണ്ണിന്റെ കളർ കൺട്രോൾ ചെയ്യുന്ന ജീൻസുകളാണ് ഈ കാണുന്നത്. അപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻസ് അല്ലെങ്കിൽ അല്ലീലുകളാണ് ആ കാണുന്നത്. അപ്പോൾ അതാണ് ഐ കളർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സുകൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈറ്റുമായി ബന്ധപ്പെട്ട ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന അല്ലീലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഒരു അല്ലീലാണ്. ഇത് മറ്റൊരു അല്ലീലാണ്, ഒരേ ക്യാരക്ടേഴ്സിന്റെ. ഇത്രയും ഭാഗം ഒരു അല്ലീൽ, ഇത് വേറൊരു അല്ലീൽ, ഒരേ ക്യാരക്ടേഴ്സിന്റെ. ഇത്രയും ഭാഗം ഒരു അല്ലീൽ, ഇത് മറ്റൊരു അല്ലീൽ, ഒരേ ക്യാരക്ടേഴ്സിന്റെ. അപ്പൊ ഒരേ ക്യാരക്ടേഴ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ജീൻസുകൾ സെയിം ആയിട്ട് കാണപ്പെടുന്ന ക്രോമസോംസുകളെയാണ് നമ്മൾ ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൽ പാരന്റിൽ ഉണ്ടാകും, ഫീമെയിൽ പാരന്റിൽ ഉണ്ടാകും. ഇപ്പൊ മെയിൽ പാരന്റിലെ 7th ക്രോമസോമും ഫീമെയിൽ പാരന്റിലെ 7th ക്രോമസോമും, അല്ലെങ്കിൽ മെയിൽ പാരന്റിന്റെ 8th ക്രോമസോമും ഫീമെയിൽ പാരന്റ് 8th ക്രോമസോമും, അവർ ഹോമലോഗസ് ക്രോമസോംസ് ആണ്. പാറ്റേൺ ഡിസ്ട്രിബ്യൂഷൻസുകളൊക്കെ സെയിം ആണ്. അഥവാ അവർ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുകൾ സെയിം ആയതുകൊണ്ട് അവരുടെ ആ പാറ്റേൺ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, ഹൈറ്റിന് വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, ബോഡി കളറിന് വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അഥവാ ആ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ്. അപ്പൊ അത്തരത്തിലുള്ള ക്രോമസോംസുകളെ നമ്മൾ പറയുന്ന പേരാണ് ഹോമലോഗസ് ക്രോമസോം. ആ ഹോമലോഗസ് ക്രോമസോംസുകളുടെ ഹോമലോഗസ് സൈറ്റുകളിലായിട്ടാണ് നമുക്ക് അല്ലീലുകളെ കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയുക. സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം, ക്യാപിറ്റൽ എ ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ്, അല്ലെങ്കിൽ ഇതൊരു സ്മോൾ എ ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ക്യാപിറ്റൽ ബി ആണ്, ഇത് സ്മോൾ ബി ആണ്. അല്ലീലുകളെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ക്യാപിറ്റൽ എച്ച്, സ്മോൾ എച്ച് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇത് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ അല്ലീലുകളെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ അല്ലീലുകൾ കാണപ്പെടുന്നത് ക്രോമസോംസിന്റെ അകത്തായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് നമുക്ക് ഇത്രയും കാര്യത്തിൽ മനസ്സിലാവേണ്ടത്. അടുത്ത പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, both chromosomes as well as alleles, അല്ലീലുകളും ക്രോമസോംസുകളും സെഗ്രിഗേറ്റ് അറ്റ് ദി ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ, അഥവാ മിയോസിസ് നടക്കുന്ന സമയത്ത്, ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അവർ സെഗ്രിഗേറ്റ് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെയർ ആയിട്ട് നിൽക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഗമീറ്റിന്റെ അകത്തോട്ട് എൻട്രി ചെയ്യൂ. അപ്പോൾ ക്രോമസോംസ് ആയാലും പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലീലായിട്ടും അത് പെയർ ആയിട്ടാണ് കാണുന്നത്. നമുക്കറിയാം ക്രോമസോംസ് എന്ന് പറയുന്നതിന്റെ അകത്താണ് അല്ലീല് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രോമസോംസിന്റെ അകത്താണ് അല്ലീലുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് പെയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മാത്രമേ ഗമീറ്റിന്റെ അകത്തോട്ട് എൻറ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതൊരു ക്രോമസോം ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഇതൊരു ഹോമലോഗസ് ക്രോമസോം ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദീസ് ക്രോമസോംസ് ആർ ക്യാരിങ് ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ. അപ്പൊ ഗമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു മെയിൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഗമീറ്റ് ഉണ്ടാകും, സ്പേം ഉണ്ടാകും. ആ സ്പേം ഉണ്ടാകുന്ന സമയത്ത് ചില ഗമീറ്റുകളിൽ ഈ ക്രോമസോം വരും, ചില ഗമീറ്റുകളിൽ ഈ ക്രോമസോംസ് ആയിട്ടും വരിക. അപ്പൊ വരുന്നത് ഈ ക്രോമസോം ആണ് എങ്കിൽ ദാറ്റ് ക്രോമസോം ക്യാരിങ് ക്യാപിറ്റൽ എ.
ഇനി അതല്ല, ചില ഗമീറ്റുകളിൽ ഉണ്ടാകുന്നത് ഈ ക്രോമസോം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ക്രോമസോം കാരിയിങ് സ്മോൾ എ. അതാണ് നമ്മൾ ക്ലാസിക്കൽ ജെനറ്റിക്സിൽ അഥവാ മെന്റീലിയൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ എഴുതിയത്. എന്താ എഴുതിയത്? ക്യാപിറ്റൽ എയും സ്മോൾ എ എന്ന് പറയുന്ന ജീനോടൈപ്പുകളിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്, മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, ഫീമെയിൽ ഗമീറ്റ് ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻട്രി ചെയ്യും. ഐദർ ക്യാപിറ്റൽ എ, അതല്ല എങ്കിൽ സ്മോൾ എ. അതിന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വഴി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ ഒരു ക്ലാസിക്കൽ മെന്റീലിയൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ജീനോടൈപ്പ് ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പിൽ അല്ലീലുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കഥ നമ്മൾ പറയാറുണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷൻ വെച്ചിട്ട്. ആ ലോ ഓഫ് സെഗ്രിഗേഷന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ക്രോമസോം പെയർ ആണ്, അതുകൊണ്ട് ക്രോമസോം പരസ്പരം സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് അതിന്റെ അകത്തുള്ള അല്ലീലുകളും സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതാണ് നേരത്തെ പറഞ്ഞ അല്ലീലുകളുടെയും ക്രോമസോംസുകളുടെയും മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പാരലൽ ആണ് എന്ന് പറഞ്ഞ ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നാലാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് നമുക്ക് മനസ്സിലായി, ഗമീറ്റിന്റെ അകത്ത് നമുക്ക് അറ്റ് എ ടൈം ഒരു ക്രോമസോമോ പെയ്ഡ് കണ്ടീഷനിൽ നിന്ന് ഒരു ക്രോമസോമോ അല്ലെങ്കിൽ പെയ്ഡ് കണ്ടീഷൻ ആയിട്ടുള്ള അല്ലീലുകളിൽ നിന്ന് ഒരു അല്ലീലോ മാത്രമായിരിക്കും കാണുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. എ ഗമീറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ക്രോമസോം ഫ്രം ഇറ്റ്സ് പെയ്ഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ വൺ അല്ലീൽ ഫ്രം ഇറ്റ്സ് പെയ്ഡ് കണ്ടീഷൻ. അതിന്റെ പെയ്ഡ് കണ്ടീഷനിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മാത്രമേ ഗമീറ്റിന്റെ അകത്തോട്ട് എൻട്രി ചെയ്യൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇപ്പോ സപ്പോസ് ഇതാണ് നമ്മുടെ ഗമീറ്റ് എന്ന് വിചാരിക്കുക. ആ ഗമീറ്റിന്റെ അകത്ത് പെയ്ഡ് കണ്ടീഷനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളെ ഉണ്ടാകും. ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ക്യാരിയിങ് ക്രോമസോം ഉണ്ടാകും, ഇനി അതല്ല എങ്കിൽ സ്മോൾ എ ക്യാരി ചെയ്യുന്ന ക്രോമസോം ആണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ക്യാരി ചെയ്യുന്ന ക്രോമസോം ഉണ്ടാവും ഗമീറ്റിന്റെ അകത്ത്, അല്ലെങ്കിൽ സ്മോൾ എ ക്യാരി ചെയ്യുന്ന ക്രോമസോം ആയിരിക്കും ഗമീറ്റിന്റെ അകത്ത് ഉണ്ടാവുക. 50% ചാൻസ് ആണുള്ളത്. ഇതാണ് നമ്മുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇനി ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ആ പെയർഡ് കണ്ടീഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. എങ്ങനെ നമുക്ക് നോക്കാം. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെയർഡ് ആയിട്ടുള്ള കണ്ടീഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഗമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ ആ പെയർഡ് കണ്ടീഷനിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ എൻറ്റർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് അവർ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുക ചെയ്യുന്നത്. എങ്ങനെ നോക്കാം. സപ്പോസ് ഇതൊരു സ്പേം ആണെന്ന് വിചാരിക്കുക. ദിസ് പെർട്ടിക്കുലർ സ്പേംസ് ക്യാരിങ് എ ക്രോമസോം വിത്ത് ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക. ഇതൊരു എഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ എഗ്ഗിലുണ്ട് ഒരു ക്രോമസോം. ആ ക്രോമസോം ക്യാരി ചെയ്യുന്നത് സ്മോൾ എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ആ പെയർഡ് കണ്ടീഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഹോമോലോഗസ് ആയിട്ടുള്ള ആ പെയർഡ് കണ്ടീഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെട്ട അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ നമുക്ക് മനസ്സിലായി, നേരത്തെ പറഞ്ഞ ഒരു മെയിൽ പാരന്റിൽ നിന്നാണ് ഇത് വന്നത് ഒരു ഫീമെയിൽ പാരന്റ് ആണ്. അതാണ് ഹോമോലോഗസ് ക്രോമസോം. അവരുടെ ആ ജീൻസുകൾ, അതായത് ക്യാരക്ടേഴ്സുകൾ കൺട്രോൾ ചെയ്യുന്നത് സെയിം ക്യാരക്ടേഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഉണ്ടാവുക. ഇപ്പോ ഇവിടെ ബോഡി കളർ ആണെങ്കിൽ അവിടെ ഐ കളർ ഉണ്ടാവില്ല, അവിടെ ബോഡി കളർ ആയിരിക്കും. ഇവിടെ ഐ കളർ ആണെങ്കിൽ അവിടെ ഐ കളർ ആയിരിക്കും. ഇവിടെ ഹൈറ്റ് ആണെങ്കിൽ അവിടെ ഹൈറ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ക്രോമസോംസുകൾ അഥവാ ഒരേപോലത്തെ ക്യാരക്ടേഴ്സുകൾ കൺട്രോൾ ചെയ്യുന്ന ജീൻസുകളൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള ക്രോമസോം, അതാണ് ഹോമോലോഗസ് ക്രോമസോം. അപ്പൊ അവർ റീസ്റ്റോർ ചെയ്യപ്പെട്ടു ബൈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്രോമസോംസുകളും അല്ലീലുകളും പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ അല്ലീലുകൾ കാണപ്പെടുന്നത് ക്രോമസോംസുകളുടെ അകത്തായിട്ടാണ്. ഹോമോലോഗസ് സൈറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിലാണ് അത് കാണപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം അറ്റ് ദി ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ ഓഫ് മിയോസിസ് ഈ പെയർഡ് ആയിട്ടുള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ, അത് ക്രോമസോം ആകാം അല്ലെങ്കിൽ അല്ലീലാവാം. ക്രോമസോം എൻ്റർ ചെയ്യുന്നത് അതിന്റെ അകത്തുള്ള അല്ലീൽ എൻ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ക്രോമസോമിൽ ഏതെങ്കിലും ഒന്നേ കയറും എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള പെയർഡ് ആയിട്ടുള്ള അല്ലീലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ കയറും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു ഗമീറ്റിന്റെ അകത്ത് എന്തുണ്ടായി? ആ പെയർഡ് കണ്ടീഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മാത്രമുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ എന്താ പറഞ്ഞത്? അറ്റ് ദി ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അവർ രണ്ടുപേരും റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. വാൾട്ടർ സട്ടനും തിയോഡർ ബോവറിയും പ്രപ്പോസ് ചെയ്ത ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്.